രാവിലെ 6 മണിയാകുമ്പോൾ നമ്മൾ വളാഞ്ചേരി എത്തിയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും കണ്ണനും പൂജയും കൂടെയാണ് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളാഞ്ചേരി എത്തിയിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ പോസ്റ്റായിട്ടുണ്ടായിരുന്നു ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. ബസ്സിൽ തൃശ്ശൂർ പൂരത്തിന് തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ ഒരാളും ഉണ്ടായിരുന്നില്ല. ഫുട്ബോൾ കളിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള അത്രയും സ്പേസ് ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ദൂരം നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ എത്തിയിട്ട് വേഗം തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ മസാല ദോശ, അമ്മ ദോശ, ഞാൻ വടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചായ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ കുറേ നേരം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ പിള്ളേർക്ക് കുറേ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലചുറ്റിലെ കാര്യങ്ങളൊക്കെ വന്ന പേടിയല്ല, പിന്നെ അമ്മയുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചായ കുടിച്ചിട്ടാണ് കയറാറുള്ളത്. പോണ വഴിക്ക് മുല്ലപ്പൂവൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂ വാങ്ങാണ്ട് നമ്മൾ ഇതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് മുല്ലപ്പൂവിനെക്കാളും കൂടുതൽ ഇത് കാണാൻ വേണ്ടി ഫോട്ടോയിലൊക്കെ ഭംഗിയതല്ലേ, അപ്പോൾ കാരണം ഇതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. മുല്ലപ്പൂവാണ് ഇത്തിരിയും കൂടെ ഇഷ്ടം. എന്തായാലും അതൊക്കെ വാങ്ങി ഞങ്ങൾ പകുതി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വെച്ച് അങ്ങോട്ട് പിടിച്ചു. ചെന്ന് നോക്കുമ്പോൾ ഇന്ന് ഗംഭീര തിരക്കായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഇന്ന്. എന്തായാലും നമ്മളിന്ന് ഭഗവാനെ കണ്ട് തൊഴുതിട്ടേ പോരുള്ളൂ എന്നായിരുന്നു. പിന്നെ കണ്ണനെ കാണാൻ വെറുങ്കയോടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിൽക്കിരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെയും ഞങ്ങൾ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ തിരക്കിൻ്റെ ഒരു ആഴം മനസ്സിലാക്കിയത്. നമ്മൾ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് കൈയും കാലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാ അമ്പലക്കുളവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലക്കുളം. ഇവിടെ വന്നിട്ട് കുറേ നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നല്ല മുട്ടപ്പുറ വെയിലായിരുന്നു. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ. അങ്ങനെ നമ്മളൊരു 4-4.5 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വളയും മാലയും അതും ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കുപ്പിവള മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഒരു ബ്ലാക്കിൽ വൈറ്റ് ഇങ്ങനെ ഡോട്ട് ആയിട്ടുള്ള ഒരു കുപ്പിവള അതും മേടിച്ചു. ബാഗൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ക്ലോക്ക് റൂം പുറത്തുള്ളൊരു ക്ലോക്ക് റൂമിലാണ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വേഗം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. പാൽപ്പായസം കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രാവശ്യം കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നേരെ 2-2:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് നല്ല വിശന്നുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പ്രസാദം തൊട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ അവിടെ അതിലും ഗംഭീര തിരക്കാണ് കേട്ടോ. പിന്നെ ആ ഒരു ക്യൂ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആർക്കും സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താക്കിച്ചാൽ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ കുഞ്ഞൊരു ലോക്കറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കേട്ടോ. അങ്ങനെ നമ്മൾ തപ്പി പിടിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പുറത്തിറങ്ങിയിട്ട് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോകുന്നല്ലാതെ നല്ല ഫുഡൊന്നും ഒട്ടുമിക്കൊന്നും കിട്ടാറില്ല. പക്ഷേ ഇത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേക്ക് സദ്യ. ഞാൻ അടുത്ത കാലത്തൊന്നും അങ്ങനെ സൂപ്പർ ആയിട്ടുള്ളൊരു സദ്യ കഴിച്ചിട്ടില്ല. പായസം എല്ലാം ഒന്നിനൊന്നും മെച്ചായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു സൂപ്പർ ഫുഡായിരുന്നു. ഫുഡ് അടിപൊളിയാണെങ്കിൽ അവരോട് അത് നല്ലതാണെന്ന് പറയാൻ പഞ്ഞം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയാറുണ്ട് കേട്ടോ. പൊട്ടയാണെങ്കിൽ പൊട്ടയെന്ന് പറയാറില്ല, പിന്നീട് അങ്ങോട്ട് പോകാറില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ വയറ് നിറയെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.